നമ്മള് അവിടെ കുപ്പിയാണ് നമ്മുടെ തീറ്റയുടെ കുപ്പിയായിരുന്നു. അതെന്ന് വെച്ചാൽ അപ്പുറത്ത് അവിടെ വീട്ടുകാരത് ജനൽ തുറന്നപ്പോഴേക്കും താഴെ വെള്ളം മുഴുവനായി. ഇവര് ബ്രീഡാക്കാൻ വേണ്ടിയിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് ഇതുവരെ മുട്ട ഇട്ടിട്ടില്ല. അല്ല, നീ നേരത്തെ മുട്ട ഇടാന്ന് പറഞ്ഞത് എന്നോട്. അപ്പൊ ഗൈസ് നമ്മള് മീനെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മെയിനെ ഞാനാണ് പിടിച്ചിരിക്കുന്നത്, ഫീമെയിലിനെ ജോഷിയും. ഗൈസ് നല്ല കളറാ. ചാടിപ്പോയത് ഗൈസ്. അയ്യോ കിടക്കട്ടെ അവിടെ പാവമുണ്ട് ഗൈസ്. ഇനിയിപ്പോ അതെ ഭയങ്കര നാറ്റാണ്. ഇവരെങ്ങനെ ഒരു ദിവസം ഭയങ്കര നാറ്റല്ലേ. ഒരു ദിവസം ഞാനിപ്പോഴാണ് കാണുന്നത്. ഇവർക്ക് കുഴപ്പമില്ലല്ലോ. എടാ ഇവരാണെങ്കിൽ വെള്ളത്തിനടിയിലല്ലേ. പിന്നെ വെള്ളത്തിനടിയിൽ എല്ലാ നാട്ടാണെന്ന് അറിയാം. എൻ്റെ അതിൻ്റെ തീറ്റ നനഞ്ഞ എന്നാലായിട്ടാണ് കഴിക്കുന്നുണ്ട്. മുട്ട കാണും കേട്ടോ. അപ്പോൾ സാരമില്ല, ഞാൻ പിന്നെ വിരിയിച്ചെടുത്തോളാം. ഞാനും ജോഷിയുടെ ഈ മുട്ട ഇട്ടു, പക്ഷെ അതിൻ്റെ ഫീമെയിൽ മുഴുവൻ കൊത്തി അടിച്ച്. ജോഷ മൂഞ്ചി അവസ്ഥയിലാണ്. എൻ്റെ ഉള്ളൂ ഇനി അവസ്ഥ. എൻ്റെ അയ്യോ കുറച്ച് ദിവസം അവിടെ ഫീമെയിൽ വലിയ ആക്റ്റീവ് അല്ലേ. ഇപ്പം നമ്മുടെ ഫീമെയിൽ ഭയങ്കര ആക്റ്റീവാണ് ഗൈസ്. ശരിക്കും ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു മെയിലിനെയാണ് ഞാൻ വാങ്ങിച്ചിട്ട്, അങ്ങനെയാണ് ഈ കൊക്ക് കൊണ്ടുപോയി. അപ്പം പുതിയ മെയിലിനാണ് ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ലാസ്റ്റാണെന്ന് അറിയാം ഗൈസ്. പുറത്ത് വെച്ചത് കൊണ്ടാണ് അതേ ഈ പ്രശ്നം വരത്തില്ല. എന്നാലും ഈ മെയിലായിട്ട് ഇപ്പം ഇണങ്ങിയിട്ടുണ്ട് ഇച്ചിരി. അതൊക്കെ കഴിഞ്ഞപ്പോൾ തമ്മിൽ കണ്ടാൽ പേടിയായിരുന്നു രണ്ടുപേരും. പിന്നെ വല കിട്ടു ഇതുണ്ട് വല കിട്ടു. 3 ടാങ്കിന് ഞാൻ വല ഇട്ടു. അവിടെ ഗോൾഡ് ഫിഷ്, 2 ഗോൾഡ് ഫിഷ്, 2 ഷാർക്ക്. ഇതിനകത്ത് നമ്മുടെ 2 ഓസ്കാർ, ബാക്കി മൊത്തം തിലോപ്പിയ. ചിലവന്മാർക്ക് സംശയം കാണും നമ്മൾ ഓസ്കാറിൻ്റെ കൂടെ വേറെ മീനിനെ ഇടാൻ പറ്റുമെന്ന്. ഗൈസ് നമ്മൾ വേണമെങ്കിൽ ഇടാം, പക്ഷെ അതിൻ്റെ സൈസിന് ഒത്തത് ഇടരുത്. ഇച്ചിരി കൂടെ വലുപ്പം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ എന്താ തിലോപ്പിയ ഇച്ചിരി വലുതിനൊക്കെ ഇട്ടാതെ അതിൻ്റെ സൈസിൻ്റെ ഒപ്പം ഉള്ളതുണ്ട്. ഇതിനകത്ത് എടുക്കുന്ന ഈ ചെറിയ തിലോപ്പിയ ഉണ്ടോ, അതിൻ്റെ കൂടെ ഒരു വഴക്കുമില്ല ഗൈസ്. ഈ കഞ്ഞിവെള്ളം പോയില്ലേ കുടിച്ചോ? കഞ്ഞിവെള്ളം അല്ലേ? ഞാൻ കഞ്ഞിവെള്ളം കുടിക്കാറില്ല. വീഡിയോ ഇട്ടിട്ട് ശരിയാ ഗൈസ്. ഒരു മാസമായില്ലേ നമ്മളാണെങ്കിൽ വീടുന്നത്. ശരിയാ. അല്ല 7-ാം തീയതിയോടെയാണ് നമ്മൾ 1 മാസം ആകുന്നത്. അതല്ല കേട്ടെ, നമ്മുടെ പരീക്ഷ അതിൻ്റെ ആ സമയത്ത് നമ്മളാണെങ്കിൽ സ്റ്റോപ്പായിരുന്നു. ബാഹുബലി മുന്നത്തെ അവധിയായിട്ട് നമ്മളാണെങ്കിൽ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നലെ കൂടെ ഉണ്ട് പ്രശ്നമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ശരി, അത് മാത്രമല്ല പിന്നീട് കുറെ വീഡിയോസ് ഉണ്ട് നമ്മൾ എടുത്തത്. അതൊക്കെ ഇന്ന് തപ്പി പിടിച്ച് എടുത്തത് എഡിറ്റ് ചെയ്യണം. അതാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ഓസം ഓസൊക്കെ വേണം. ഇതിലെന്താണ് കാണിക്കുന്നത് ആർക്കറിയാം. 1 മാസം കൊണ്ട് നമ്മൾ 8 സബ്സ്ക്രൈബേഴ്സാണ് അടിച്ചിരിക്കുന്നത്. അതെ അതെ, ഇനി കൂടെ വരുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ അല്ലടാ. അവനോട് എന്താണ് ചെയ്യുന്നത് നോക്കാം. സൈഡിലൊക്കെ ബബിൾസ് ഇട്ട് വെച്ചിട്ട് കയറ്റുന്നത്. ഞാനൊക്കെ ആദ്യമായിട്ട് ക്യാമറ വേണമെങ്കിൽ വരില്ല. ആദ്യമായിട്ടാണ് ബെറ്റാഫിഷിനെ ബ്രീഡിങ്ങിന് വേണ്ടി കൊണ്ടുവന്നത്. എനിക്ക് അതുകൊണ്ട് ഏറ്റവും ബ്രീഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. എപ്പോഴാണ് മുട്ടയെടുക്കുന്നത് നമുക്ക് അറിയത്തില്ല എനിക്ക്. പിന്നെ നമ്മുടെ കയ്യിൽ 2 ഗോൾഡ് ഫിഷും ഉണ്ട്, 1 ഷാർക്കും ഉണ്ട്. പിടിച്ചോളാം. നമ്മുടെ ബെറ്റാഫിഷിന് വേണ്ടിയാണ് ഇതെല്ലാം. ബെറ്റാഫിഷിന് വേണ്ടി നിങ്ങൾ ചെറിയ ടാങ്ക്സ് ഒന്നും നോക്കണ്ട. ഇതുപോലത്തെ അതിൽ വലിയ ടാങ്ക് നോക്കണം. കാരണം ഇവറ്റകളെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവറ്റകളെ മാറ്റണം. ശരിയാ. ഇതാകുമ്പം നമ്മൾ മെയിലിനെ ഫീമെയിലിനെ മാത്രം മാറ്റിയാൽ മതി. അതെ എനിക്ക് വേണം.
ഞാൻ ഇട്ടേക്കുന്ന കുറച്ചൊരു ഒരു ഒരു ചെറുതല്ലടാ, എൻ്റെ എനിക്ക് ചെറുതാ. അതാണെങ്കിൽ പിന്നെ നമ്മൾ ആദ്യത്തെ ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ സക്സസ് ആകുമെന്നും അറിയത്തില്ല അല്ലേ. വീട്ടിലിങ്ങനെ കൊള്ളാൻ ഇട്ട് വെക്കും, നമ്മുടെ വിചാരിച്ചാണ് മുട്ട കിട്ടണം. പക്ഷെ ആണെങ്കിൽ ഇല്ലേ ഗൈസ്, വേറെ കാര്യമുണ്ട്. ഈ മറ്റേ എന്നാ കൊമ്പളൊക്കെ ഇടുമ്പോഴത്തേക്കും ഇല്ലേ മുട്ടയും കൂടെ അതായത് കൂടെ കാണും. അങ്ങനെ എൻ്റെ മീനാണെങ്കിൽ മുട്ട ഇട്ടതാ. അതാണെങ്കിൽ കൊള്ളയുടെ കൂടെ അല്ലെന്നേ ഉള്ളൂ. അതായത് പക്ഷെ ആണെങ്കിൽ സ്ഥലം വേണ്ടേ. മറ്റേ മുട്ടയൊക്കെ ആണെങ്കിൽ ഇല്ലേ തള്ളയുടെ വയറ്റില്ല കള്ള പിടിച്ച് പിഴുകി ഞാൻ പിടിച്ചൊരു ഒരു നെക്കം കൊടുത്തേ, ഒരു നെക്കം കൊടുത്തേ. എടാ കഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് വിരിയിച്ചത്. പിന്നെ വിരിച്ചോളൂ, പേടിച്ചിട്ടാ ഞാൻ മാറ്റി ഇട്ടേക്കുന്നത്. ഓഫ് ആക്കി ഓഫ്. ഓഫ്. അപ്പൊ ക്ലിയറാക്കി. ഇനി നോക്കുന്നവരെ മുഴുവൻ മറിഞ്ഞു കിടക്കുന്നുണ്ടോ? ഇതാണോ കൊടുക്കുന്നത്? ഇതാണോ കൊടുക്കുന്നത്? ഇതിനകത്തുള്ളത് സേഫാ, ഇതിനകത്തുള്ളത് നനഞ്ഞിട്ടില്ല. ഇപ്പൊ പിടിച്ചിടാതെ ചോദിച്ചേ. ഇതുണ്ടോ ഗോൾഡ് ഫിഷിന് ഫുഡ് കൊടുക്കുന്നത് കാണണോ? ഷാർക്ക് ഉണ്ടോ? നനങ്ങി കൈയൊക്കെ മീനെ പിടിച്ച ഷാർക്കൊക്കെ ഓടി പാഞ്ഞ് കിടക്കോ. നീ എപ്പോ മേടിച്ചോ ഇതിനെ? എന്നോട് ഒരു കോഴിക്കാർപ്പുണ്ടായത്, കോഴിക്കാർപ്പ് ഡെഡായി. എന്നെ പോലും വിളിക്കാറുണ്ട്. ഷാർക്ക് ഫുഡ് അടിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ മാറുമ്പോഴത്തേക്ക് ഫുഡ് അടിക്കുകയല്ല എണ്ണം. അത് മാറിയിരിക്കാം, അപ്പഴത്തേക്ക് ഏറ്റവും നല്ല വെള്ളം നിറച്ചിടുക, മീനെ തിരിച്ചിടുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനിടയ്ക്ക് ഒരു കുഞ്ഞു കാര്യം കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഗപ്പികളെല്ലാം കളഞ്ഞു വിടും. പക്ഷെ ഈ ബക്കറ്റിനകത്ത് എങ്ങനെയോ 3 കുഞ്ഞുങ്ങൾ പെട്ട് 3 പേര് ജീവനോടെ ഇരിപ്പുണ്ട്. ഗൈസ് നമുക്കറിയത്തില്ല, മഴക്കാലം ചാടിയതായിരിക്കും. ഞാൻ ഇതിനെ കൂടെ നടക്കുമ്പോൾ ബക്കറ്റിനകത്ത് എന്തോ അനങ്ങുന്നു. ഞാൻ വിചാരിച്ചു കുഞ്ഞുകുഞ്ഞായിരിക്കും. സൂക്ഷിച്ചു നോക്കുന്നത് ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ. ശരി, ഇവറ്റകൾ ഇനി വലുതായിട്ട് വേണം ഇവറ്റകളുടെ കുഞ്ഞുങ്ങളെ എനിക്ക് വളർത്താൻ. എനിക്കറിയാം കേട്ടോ. ഞാൻ മെയിൻലി ഗപ്പിയെ വളർത്തുന്നത് ഓസ്കാറിന് വേണ്ടിയാണ്, ലൈഫ് ഫുഡ്. പിന്നെ മഴക്കാലമാകുമ്പോൾ നമുക്ക് ഓസ്കാർ കുട്ടന്മാർക്ക് ലൈഫ് ഫീഡ് ഇട്ട് കൊടുക്കാം. പക്ഷേ ഓഫാണാക്കിയിട്ടുണ്ട്. ഓഫാണോ വീഡിയോ? ഓണാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ തീരെ കുട്ടന്മാർ. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ചായിട്ടുണ്ട്. തീരെ കുട്ടന്മാരുടെ അതിനകത്ത് അതുപോലെ പിന്നെ കുറേ ഉണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട്. അല്ലടാ കുറേ ഉണ്ട്. ഇനി ഒരു ഓസ്കാർ നമുക്ക് പിടിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വെള്ളം നിറയാനൊക്കെ കാണാം. ബൈ. അപ്പോൾ ഗൈസ് ഞാൻ ഓസ്കാർ പിടിച്ചവനാണ് നമ്മുടെ വലുത്. ഭയങ്കര ചാട്ടമാണ്, ചാടും. വെള്ളം ഇത്ര ആയിട്ടുണ്ട്. അയ്യോ എനിക്ക് പേടിയല്ലേ വീട്ടുകളിൽ ചാട്ടം കാണാൻ എനിക്കൊരു. ഈ പേടിക്കണ്ട, അതൊന്നും ചെയ്യത്തില്ല. ഓക്കെ ഗൈസ് എടാ അപ്പോൾ ഗൈസ് ജോസിനാണ് വെള്ളം നിറയ്ക്കുന്ന പരിപാടികൾ. സ്പീഡാക്കണം. അപ്പോൾ സ്റ്റാർട്ട്. വെള്ളം നിറഞ്ഞു, നമ്മുടെ ശരിയാ. കായലിടുന്നു. അത് ആദ്യത്തെ മീൻ പിടിക്കാം.
രണ്ടാമത്തെ മീന് ഞാൻ പിടിക്കും. രണ്ടാമത്തെ മീൻ ഞാൻ പിടിച്ച് അതാണ് പെണ്ണിപ്പോ നല്ല അഗ്രസീവ് ആണ്. മെയിനിൽ ഫീമെയിലെ തിരിച്ചിട്ട് ഇപ്പോഴാണ് അവരുടെ ടാങ്ക് ഇച്ചിരി ക്ലീൻ ആയത്. ശരി ഇനിയിപ്പോൾ മെയിനിൽ തിരിച്ച് കഷ്ടപ്പാടാ ബബിൾസ് ഇട്ട് വെക്കണം. അത് പാവം നശിപ്പിച്ചാല് പിന്നെ നശിപ്പിച്ചത് കൊണ്ട് ഇപ്പം ജീവനോടെ കിടക്കുന്നതായത്. മറ്റേ നീലയുടെ തലയുണ്ടോ അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.